നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തെന്മല ചാലിയക്കരയിൽ കാട്ടുപന്നിയുടെ ആക്രമണം. തോട്ടം തൊഴിലാളി മരിച്ചു. ചാലിയക്കര ഉപ്പുകുഴി സ്വദേശി രഘുനാഥൻ പിള്ളയാണ് മരിച്ചത്. രാവിലെ ജോലിക്ക് പോയ സമയത്താണ് കാട്ടുപന്നിയുടെ ആക്രമണം. കുറുനരിയുടെ ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്ക്. പുനലൂർ പ്ലാച്ചേരി സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. വളർത്തുനായുടെ കുര കേട്ട് വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കുറുനരി ആക്രമിച്ചത്. ജ്യേഷ്ഠനെ അനുജൻ തലക്കടിച്ച് കൊലപ്പെടുത്തി. ഇരവിപുരം തെക്കുംഭാഗത്താണ് സംഭവം. സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിലായിരുന്നു കൊലപാതകം. ഇരുവരും മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലുള്ളവരാണെന്ന് പോലീസ്. വ്യത്യസ്ത കേസുകളിൽ MDMAയുമായി 4 പേർ പിടിയിൽ. ഓച്ചിറയിൽ നിന്നുമാണ് ഇവർ പിടിയിലായത്. ഡാൻസ് ഓഫ് ടീമിന്റെ നിരീക്ഷണത്തിനൊടുവിലാണ് അറസ്റ്റ്. വിശദമായ വാർത്തകളിലേക്ക്. തെന്മല ചാലിയക്കരയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി മരിച്ചു. ചാലിയക്കര ഉപ്പുകുഴി സ്വദേശി രഘുനാഥൻ പിള്ളയാണ് മരിച്ചത്. രാവിലെ ജോലിക്ക് പോയ സമയത്താണ് കാട്ടുപന്നി ആക്രമിച്ചത്. തെന്മല ചാലിയക്കരയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി മരിച്ചു. ചാലിയക്കര ഉപ്പുകുഴി സ്വദേശി രഘുനാഥൻ പിള്ളയാണ് മരിച്ചത്. രാവിലെ ജോലിക്ക് പോയ സമയത്താണ് കാട്ടുപന്നി ആക്രമിച്ചത്. കാട്ടുപന്നിയുടെ കുത്തേറ്റ് തോട്ടം തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ചാലിയക്കര ഉപ്പുകുഴി മംഗലത്ത് പുത്തൻ വീട്ടിൽ രഘുനാഥൻ പിള്ള എന്ന 58-കാരനാണ് മരിച്ചത്. എസ്റ്റേറ്റിലെ താൽക്കാലിക ജീവനക്കാരനായ രഘുനാഥൻ പിള്ള വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ നിന്നും ജോലിക്കായി പോകുന്നതിനിടെയായിരുന്നു ഒറ്റയാൻ കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത്. എസ്റ്റേറ്റ് ആശുപത്രിയും അംഗൻവാടിയും ജീവനക്കാരുടെ ക്വാർട്ടേഴ്സുമൊക്കെ ഉൾപ്പെടുന്ന ജനവാസ മേഖലയിൽ വെച്ചാണ് രഘുനാഥൻ പിള്ളയ്ക്ക് പന്നിയുടെ ആക്രമണമേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹം സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു അത്രേ. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ. പ്രദേശത്ത് കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാണെന്നും രാപ്പകൽ ഭേദമന്യേ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജനപ്രതിനിധികൾ പുനലൂർ DFO ഓഫീസ് ഉപരോധിച്ചു. ചാലിയക്കര AVT എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളി കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. ചാലിയക്കരയിൽ തോട്ടം തൊഴിലാളി കാട്ടുപന്നി ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ DFO ഓഫീസ് ഉപരോധിച്ചത്. വെള്ളിയാഴ്ച രാവിലെ ചാലിയക്കര ഉപ്പുകുഴി മംഗലത്ത് പുത്തൻ വീട്ടിൽ രഘുനാഥ പിള്ള ജോലിക്ക് പോകുന്നതിനിടെയാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മരിച്ചത്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ DFO ഓഫീസ് ഉപരോധിച്ചത്. ചാലിയക്കര സ്വദേശി 56 വയസ്സുള്ള രഘു എന്ന ജ്യേഷ്ഠ സഹോദരൻ കൂലിപ്പണിയൊക്കെ ചെയ്ത് തോട്ടത്തിലെ മറ്റ് ഇതര ജോലികളൊക്കെ ചെയ്ത് ജീവിതം കഴിച്ചിരുന്ന മനുഷ്യനാണ്. ഇന്ന് രാവിലെ പണിക്കായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഉപ്പുകുഴി ജംഗ്ഷനിൽ എത്തുമ്പോൾ കൃത്യം 10:30ക്കും 11 മണിക്കും ഇടയിൽ കാട്ടിൽ നിന്ന് പന്നി ഇറങ്ങി വന്ന് പന്നി കുത്തി മാരകമായി പരിക്കേറ്റ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണ്. ഈ മരണം സംഭവിച്ചിട്ട് ഇതുവരെ അദ്ദേഹത്തിന്റെ ബോഡി താലൂക്ക് ആശുപത്രിയിലുണ്ട്. ഇതുവരെയും ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരോ പോലീസ് ഉദ്യോഗസ്ഥരോ ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കുകയാണ്. ഞങ്ങള് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഒക്കെ ഇവിടെ വന്നിട്ട് ഫോറസ്റ്റിൽ ഉന്നത ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവർ ഈ വിഷയം അറിഞ്ഞിട്ട് പോലുമില്ല. ഇവിടെ ഞങ്ങൾ അതുകൊണ്ടാണ് പ്രതിഷേധവുമായി ഇവിടെ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ് DFO ഓഫീസിന് മുമ്പിൽ. ഈ പ്രദേശത്ത് ഈ രഘു എന്ന സഹോദരനെ മരണം സംഭവിച്ച ഉടനെ തന്നെ അടുത്ത പ്രദേശത്ത് പ്ലാച്ചേരിയിൽ നിന്നും ബാബു എന്ന് പറയുന്ന ഒരാളെ കാടൻ കടിച്ച് മുഖത്ത് കടിച്ചിട്ട് മാരകമായി പരിക്കുപറ്റി ഇപ്പൊ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇത് നിരന്തര സംഭവമാണ്. സമരത്തെ തുടർന്ന് DFO ഷാജികുമാർ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നതിനായി സർക്കാരിന് ശുപാർശ നൽകാമെന്നും മരിച്ച രഘുനാഥ പിള്ളയുടെ മകൾക്ക് ജോലി നൽകുന്ന കാര്യം പരിഗണിക്കാമെന്നുമുള്ള DFOയുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗിരീഷ് കുമാർ, വി ചെല്ലപ്പൻ,
കോൺഗ്രസ് ഇടമൺ മണ്ഡലം പ്രസിഡന്റ് ഡി പ്രിൻസ്, പുനലൂർ മണ്ഡലം പ്രസിഡന്റ് പേപ്പർമിൽ നാസർ, കോൺഗ്രസ് പ്രവർത്തകരായ ചിറ്റാലങ്കോട് മോഹനൻ, ആർ ശിവകുമാർ, മുഹമ്മദ് റാഫി തുടങ്ങിയവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. പിക്കപ്പ് വാനിൽ നിന്നും ഇരുമ്പ് കമ്പി വീണ് സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്ക്. കുണ്ടറ പൊട്ടിമുക്കിലായിരുന്നു അപകടം. യുവതിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിക്കപ്പ് വാനിൽ നിന്നും ഇരുമ്പ് കമ്പി വീണാണ് സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്കേറ്റത്. കുണ്ടറ പൊട്ടിമുക്കിലായിരുന്നു അപകടം. പള്ളിമുക്കിൽ നിന്നും മുളവന ഭാഗത്തേക്ക് പോയ പിക്കപ്പ് വാൻ സ്കൂട്ടറിൽ വന്ന യുവതിയെ കണ്ട് ബ്രേക്ക് ചെയ്തപ്പോൾ പിക്കപ്പ് വാനിലെ ഇരുമ്പ് പൈപ്പ് തെന്നി റോഡിലേക്ക് പതിക്കുകയായിരുന്നു. പൈപ്പ് വീണ് യുവതിയുടെ കാലിന് സാരമായി പരിക്കേറ്റു. യുവതിയെ കുണ്ടറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കുറുനരിയുടെ ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്ക്. പുനലൂർ കാച്ചേരി സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. വളർത്തുനായുടെ നിർത്താതെയുള്ള കുരകേട്ട് വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കുറുനരി ആക്രമിച്ചത്. ആദ്യം കടിക്കുന്ന മാവണ്ണെ കടിക്കുന്ന വിരളി കൊണ്ടുണ്ട മിനി ഓടിച്ചെന്നാൽ മിനിയെ കടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം കേട്ട് തൊട്ടടുത്ത ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാരെ വിളിച്ചടിച്ചത് വെള്ളം ഓടിച്ചു അതിനെ കീഴ്പ്പെടുത്തി കയർ കൊണ്ട് കെട്ടി വിട്ടിട്ടുണ്ട്. പുനലൂർ പ്ലാച്ചേരിയിലാണ് കുറുനരിയുടെ ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റത്. പ്ലാച്ചേരി കൊച്ചയ്യത്തിൽ വീട്ടിൽ 55-കാരനായ ബാബു, ഭാര്യ സജി എന്നിവർക്കാണ് പരിക്കേറ്റത്. വളർത്തുനായിയുടെ നിർത്താതെയുള്ള കുരകേട്ട് ബാബു വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കുറുനരിയുടെ ആക്രമണമുണ്ടായത്. ബഹളം കേട്ട് ഇറങ്ങി വന്ന ഭാര്യ സജിയെയും കുറുനരി ആക്രമിക്കുകയായിരുന്നു. ഏറെ നേരത്തെ മൽപ്പിടുത്തത്തിനൊടുവിലാണ് കുറുനരിയുടെ ആക്രമണത്തിൽ നിന്ന് ഇരുവരും രക്ഷപ്പെട്ടത്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. ഇരുമ്പ് വെച്ചിങ്ങനെ ചുറ്റിയെടുക്കാൻ കഴുത്തിൽ പിടിച്ചപ്പോഴത്തേക്കും ചാടിച്ച് കയർ വെച്ച് കെട്ടി അതിനെ മറ്റേ കെട്ടിയിട്ട് തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വനിതാ പഞ്ചായത്ത് അംഗത്തിനോടും ഭർത്താവിനോടും മോശമായി പെരുമാറുകയും ലോറി കാറിലിടിച്ച് അപകടപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതായി പരാതി. സംഭവത്തിൽ ലോറി ഡ്രൈവർക്കെതിരെയും ലോറി തടഞ്ഞ് ഡ്രൈവറെ ആക്രമിച്ചെന്ന പരാതിയിൽ 8 പേർക്കെതിരെയും കേസെടുത്തു. കാറിൽ യാത്ര ചെയ്ത വനിതാ പഞ്ചായത്ത് അംഗത്തിനോടും ഭർത്താവിനോടും അപമര്യാദയായി പെരുമാറുകയും ലോറി കൊണ്ട് കാറിൽ ഇടിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് പരാതി. സംഭവത്തിൽ ലോറി ഡ്രൈവർക്കെതിരെയും ലോറി വഴിയിൽ തടഞ്ഞ് ഡ്രൈവറെ ആക്രമിച്ചെന്ന പരാതിയിൽ കണ്ടാലറിയാവുന്ന 8 പേർക്കെതിരെയും കൊട്ടിയം പോലീസ് കേസെടുത്തു. ടാങ്കർ ലോറി ഡ്രൈവർ തൃശൂർ സ്വദേശി ജോഷി തോമസിനെതിരെയും ഇയാളെ മർദ്ദിച്ചെന്ന പരാതിയിൽ കണ്ടാലറിയാവുന്ന 8 പേർക്കെതിരെയുമാണ് കേസെടുത്തത്. കഴിഞ്ഞ രാത്രി 10:30 തട്ടാമലയിലായിരുന്നു സംഭവം. തട്ടാമലയ്ക്കടുത്ത് വെച്ച് പഞ്ചായത്ത് അംഗവും ഭർത്താവും വന്ന കാറിന് ടാങ്കർ ലോറി സൈഡ് നൽകിയില്ലെന്നും ഇത് ചോദ്യം ചെയ്തതിന് കാറിലുള്ളവരെ അസഭ്യം പറയുകയും ലോറി കൊണ്ട് കാറിൽ ഇടിച്ച് അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതാണ് സംഭവങ്ങൾക്ക് തുടക്കം. തർക്കത്തിന് ശേഷം പോയ ലോറി മേവറത്തിനടുത്ത് വെച്ച് ഒരു കൂട്ടം ആൾക്കാർ തടഞ്ഞു നിർത്തി മർദ്ദിച്ചതായാണ് ഡ്രൈവർ പോലീസിന് പരാതി നൽകിയത്. ഇരുകൂട്ടരുടെയും പരാതിയിൽ കേസെടുത്ത പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുത്തിന്റെ മുന്നേറ്റത്തിന് വെളിച്ചം പകർന്ന് അനോമി കാണാൻ മഹിളാ പ്രവർത്തകരും. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഭാവന നായികയായ അനോമി എന്ന ചിത്രം കാണാൻ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ എത്തിയത്. പൊരുതുന്ന പെൺകരുത്തിന്റെ പ്രതീകമായ നടിക്ക് ഐക്യദാർഢ്യവുമായാണ് പ്രവർത്തകർ തിയേറ്ററിൽ എത്തിയത്. ഈ സമയം ആശംസയുമായി സ്ക്രീനിൽ നടി ഭാവനയുമെത്തി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഭാവന നായികയായി തിയേറ്ററിലെത്തിയ അനോമി എന്ന ചിത്രം കാണാനായി പ്രത്യേക ഷോ സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി HNJ മാളിലെ മൈ സിനിമാസിലെ ഒരു തിയേറ്റർ ഷോ മുഴുവനായി ബുക്ക് ചെയ്താണ് മഹിളാ പ്രവർത്തകർ പൊരുതുന്ന പെൺകരുത്തിന്റെ പ്രതീകമായ നടിക്ക് വേറിട്ട രീതിയിൽ ഐക്യദാർഢ്യം സംഘടിപ്പിച്ചത്. ഒരു ഷോയ്ക്കുള്ള മുഴുവൻ ടിക്കറ്റുകളും ബുക്ക് ചെയ്ത്
മഹിളാ പ്രവർത്തകർ വേറിട്ട ഐക്യദാർഢ്യം സംഘടിപ്പിച്ചപ്പോൾ അവർക്ക് ആശംസയുമായി സ്ക്രീനിൽ നടി ഭാവനയും എത്തി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്റെ പൊതുചിത്രമായ അനുഭൂതി കാണാൻ വന്നതിൽ അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് തരുന്ന ഈ സപ്പോർട്ടിനും സ്നേഹത്തിനും ഹൃദയം നൽകും നന്ദി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. ഏരിയയിലെ വിവിധ മേഖലാ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരായ വനിതാ നേതാക്കളും ഉൾപ്പെടെ പരിപാടിയുടെ ഭാഗമായി. ഇതോടനുബന്ധിച്ചു ചേർന്ന കൂട്ടായ്മ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സൂസൻ കോടി ഉദ്ഘാടനം ചെയ്തു. റിയാസ് മാറാത്ത് സംവിധാനം ചെയ്ത അനോമി എന്ന സിനിമ, അതിൻ്റെ ഇന്നത്തെ ദിവസത്തെ ഈ ഷോ ജനാധിപത്യ മഹിളാ അസോസിയേഷനാണ് ഏറ്റെടുത്ത് ഇന്ന് നടത്തുന്നത്. തീർച്ചയായും അനോമി എന്ന സിനിമയും അതിൻ്റെ അഭിനേത്രിയും അതെല്ലാം ഈ കാലഘട്ടത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സമൂഹത്തിന് നൽകുന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എല്ലാ കാലവും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ സമയാസമയങ്ങളിൽ പ്രതികരിക്കുകയും അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരെ മാനസികമായും എല്ലാ തരത്തിലും സഹായിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന സമീപനമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇന്നുവരെ സ്വീകരിച്ചിട്ടുള്ളത്. അനോമി സിനിമയുമായി ബന്ധപ്പെട്ട് അത് ഇന്നെടുക്കണമെന്നുള്ളതും ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അവൾക്കൊപ്പം എന്ന പരിപാടി നമ്മൾ വളരെ നേരത്തെ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ വിഷയത്തിൽ കോടതിയിലുള്ള ഇടപെടലും അതുപോലെ തന്നെ അതിനുശേഷം ആ കേസുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകാൻ ഗവൺമെൻറ് എടുത്ത തീരുമാനമെല്ലാം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അങ്ങേറ്റം സ്വാഗതം ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവൾക്കൊപ്പം അനോമിക്കൊപ്പം എന്ന ക്യാമ്പയിൻ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. വസന്ത രമേശ്, ആർ കെ ദീപ, ബെൻസി രഘുനാഥ്, ബി പത്മകുമാരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ജ്യേഷ്ഠനെ അനുജൻ തലക്കടിച്ച് കൊലപ്പെടുത്തി. ഇരവിപുരം തെക്കുംഭാഗത്താണ് സംഭവം. സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിലാണ് കൊലപാതകം നടന്നത്. ഇരുവരും മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലുള്ളവരാണ്. സഹോദരങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് അനുജൻ ജ്യേഷ്ഠനെ മരക്കഷ്ണം കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഇരവിപുരം തെക്കുംഭാഗം ഉണ്ണുണ്ണി ജംഗ്ഷൻ കോൺവെന്റ് നഗർ 11 താമസിക്കുന്ന അനിൽകുമാറിനെയാണ് സഹോദരൻ കെനിൽ കൊലപ്പെടുത്തിയത്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലുള്ളവരാണ് അനിൽകുമാറും കെനിലുമെന്ന് പോലീസ് പറഞ്ഞു. അമ്മ ജസീന്തയ്ക്കൊപ്പം ഇരുവരും ഒരേ വീട്ടിലായിരുന്നു താമസം. സഹോദരങ്ങൾ തമ്മിൽ വാക്കുതർക്കവും അക്രമ സംഭവങ്ങളും പതിവായിരുന്നെന്നും പോലീസ് പറയുന്നു. ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നെങ്കിലും സഹോദരി സിനിയെത്തി കഴിഞ്ഞ ദിവസം തർക്കം പരിഹരിച്ചു. എന്നാൽ പിന്നാലെ വീണ്ടുമുണ്ടായ തർക്കത്തിന് ഇടയിൽ കെനിൽ മരക്കഷ്ണം കൊണ്ട് അനിൽകുമാറിന്റെ തലയ്ക്ക് പിന്നിൽ അടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അനിലിനെ ആശുപത്രിയിൽ ഉടൻ തന്നെ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കെനിലിനെ അറസ്റ്റ് ചെയ്തു. ഇദ്ദേഹത്തെ ആശ്രാമത്തെ കസ്റ്റോഡിയൻ ഫെസിലിറ്റേഷൻ സെന്ററിലേക്ക് മാറ്റിയതായി ഇരവിപുരം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ദേശീയപാത ഫ്ലൈ ഓവർ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സായാഹ്ന സംഗമം നടത്തി. ഇടപ്പള്ളിക്കോട്ട ജംഗ്ഷനിൽ മൺതിട്ട കെട്ടിയുള്ള അടിപ്പാത ഒഴിവാക്കി പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സായാഹ്ന സംഗമം സംഘടിപ്പിച്ചത്. ദേശീയപാതയിൽ പന്മന ഇടപ്പള്ളിക്കോട്ട ജംഗ്ഷനിൽ മൺതിട്ട കെട്ടിയുള്ള അടിപ്പാത ഒഴിവാക്കി പില്ലറിലുള്ള ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് ദേശീയപാത ഫ്ലൈ ഓവർ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സായാഹ്ന സംഗമം നടത്തിയത്. CPM ചവറ ഏരിയ കമ്മിറ്റി സെക്രട്ടറി R രവീന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി സന്ദർശിച്ചിട്ടുള്ള 2 ദിവസം താമസിച്ചിട്ടുള്ള പന്മന ആശ്രമവും അതേപോലെ തന്നെ നവോത്ഥാന നായകനായിട്ടുള്ള ശ്രീ ചട്ടമ്പിസ്വാമി സമാധിയായിട്ടുള്ള ഹൈസ്കൂളും അതോടൊപ്പം തന്നെ കണ്ണംകുളങ്ങര ക്ഷേത്രവും ഗ്രാമപഞ്ചായത്ത് ഓഫീസും ചിറ്റൂർ UP സ്കൂളും അതേപോലെ തന്നെ ആയിരക്കണക്കിന് തീർത്ഥാടകർ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാട്ടിൽ മേക്കലിൽ ക്ഷേത്രത്തിലുമൊക്കെ ആളുകൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സാദൃശ്യമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫ്ലൈ ഓവറാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റു പലയിടങ്ങളിലും അടിപ്പാതയുടെ നിർമ്മാണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ന്യായം പറയുമ്പോൾ അതിനെ വിശദീകരിക്കപ്പെടുമ്പോൾ ഇടപ്പള്ളി കോട്ടയിൽ സമരം ആരംഭിച്ച സമയത്ത് നമ്മൾ ഉയർത്തിയ സമരപ്പന്തൽ നമ്മൾ ലക്ഷ്യം കാണാതെ പൊളിക്കുകയില്ല എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള തീരുമാനത്തിന്റെ കരളുറപ്പിന്റെ അടയാളമാണ് ഇന്നും ഇടപ്പള്ളി കോട്ടയിൽ ഈ ഐക്യവും കൂട്ടായ്മയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഏത് പ്രതിസന്ധികളെ നേരിടാനും ഏത് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനും
ഏത് ഭീഷണികളെ കൈകാര്യം ചെയ്യുവാനും സജ്ജമായ ഒരു മനസ്സുള്ള ജനത. അവർ ഉയർത്തിക്കെട്ടിയിരിക്കുന്ന രാഷ്ട്രീയ കൊടിയുടെ അടയാള മനോഹാരിതയാണ് ഐക്യപ്പെടൽ എന്ന നിലയിലേക്ക് ഈ സമരത്തിന് ഏറ്റവും കൂടുതൽ കരുത്തു പിടിപ്പിക്കുന്നത്. RSP സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മളെല്ലാവരും കൂടി ചേർന്ന് നടത്തിയ സമരത്തിന്റെ ഒരു ആത്യന്തികമായ റിസൾട്ടാണ് എടപ്പള്ളിക്കോട്ടയിൽ അടിപ്പാത എന്നുള്ളത് യാഥാർത്ഥ്യമായി. അത് പ്രഖ്യാപിക്കുന്ന ഒരു വേള നമ്മളെല്ലാവരും അനുഭവിച്ച ഒരു സന്തോഷമുണ്ട്. അത് രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ എല്ലാ പൊതുജനങ്ങളും എല്ലാ ജനപ്രതിനിധികളും എല്ലാ തരത്തിലുള്ള മനുഷ്യരും ചേർന്ന് നടത്തിയ പോരാട്ടത്തിന്റെ അനന്തരഫലമായി. ഇവിടെ ഈ സമരം ആരംഭിക്കപ്പെട്ട സമയത്ത് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. DCC ജില്ലാ സെക്രട്ടറി കോഞ്ചേരിൽ ശംസുദ്ദീൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് വെറ്റമുക്ക് സോമൻ, മുസ്ലിം ലീഗ് നേതാവ് MA കബീർ, ചെങ്ങരത്ത് കോയാക്കുട്ടി, നജാം കാളിയടയ്യത്ത, ക്ലെമന്റ് ബാബു, താഹ മുളമുട്ടിൽ, B ഷമീർ, MV പ്രസാദ്, കിണറുള്ള സലാഹുദ്ദീൻ, ഇഷാം സംസം, മുളന്താജത്ത് കബീർ, താഹ ഇടപ്പള്ളി, അൻവർ സാദത്ത്, രമണൻ പൊന്മന, സിദ്ധാർത്ഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ചവറ വികാസ് കലാ സാംസ്കാരിക സമിതി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ONV സ്മൃതി സംഘടിപ്പിച്ചു. പുഷ്പാർച്ചന, കാവ്യാർച്ചന എന്നിവയും നടത്തി. ചവറ വികാസ് കലാ സാംസ്കാരിക സമിതി ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് ONV സ്മൃതി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി ചവറ നമ്പ്യാടിക്കൽ തറവാട്ടിൽ പുഷ്പാർച്ചന, കാവ്യാർച്ചന എന്നിവ നടത്തി. ബാലവേദി പ്രവർത്തകരായ നക്ഷത്ര സുഭാഷ്, ഫെമി വിൻഷ, നിതീഷ് സാക്ക് എന്നിവർ ONV കവിതകൾ അവതരിപ്പിച്ചു. പുഷ്പാർച്ചനയിൽ വികാസ് പ്രവർത്തകരും കുടുംബാംഗങ്ങളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. MDMAയുമായി 3 യുവാക്കളെ പോലീസ് പിടികൂടി. ഓച്ചിറ ക്ലാപ്പനയിലെ വീട്ടിൽ നിന്നുമാണ് 2.96 ഗ്രാം MDMAയുമായി മൂവർ സംഘം പിടിയിലായത്. ഓച്ചിറ തൊടിയൂർ സ്വദേശികളാണ് അറസ്റ്റിലായത്. ഓച്ചിറയിലെയും പരിസര പ്രദേശങ്ങളിലെയും കോളേജുകൾ കേന്ദ്രീകരിച്ച് വിതരണത്തിന് എത്തിച്ച ലഹരിയാണ് പിടികൂടിയത്. MDMAയുമായി 3 യുവാക്കളെ പോലീസ് പിടികൂടി. ക്ലാപ്പന വരവിള തച്ചക്കാട്ട് വടക്കതിൽ നിധിൻ, ആലുംപീടിക പ്രയാർത്തേക്ക് നന്ദനത്തിൽ അഭിഷേക്, തൊടിയൂർ പുലിയൂർ വഞ്ചി വടക്ക് ചന്ദ്രധാരയിൽ അർച്ചന്ത് എന്നിവരെയാണ് ഓച്ചിറ പോലീസും കരുനാഗപ്പള്ളി ACP ജോണിന്റെ നേതൃത്വത്തിലുള്ള സബ് ഡിവിഷൻ ഡാൻസ് അപ്പ് സംഘവും ചേർന്ന് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെ നിധിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്ക് എത്തിച്ച് സൂക്ഷിച്ചിരുന്ന 2.96 ഗ്രാം MDMAയുമായി മൂവർ സംഘം പിടിയിലായത്. ഓച്ചിറയിലെയും പരിസര പ്രദേശങ്ങളിലെയും കോളേജുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് വിതരണത്തിനെത്തിച്ച ലഹരിയാണ് പിടികൂടിയത്. ഡാൻസ് അപ്പ് സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അർച്ചന്തിനെതിരെ MDMA കേസ് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിലവിലുണ്ട്. SI കണ്ണന്റെ നേതൃത്വത്തിലുള്ള കൊല്ലം സിറ്റി ഡാൻസ് അപ്പ് സംഘവും ഓച്ചിറ SHO സുജാതൻ പിള്ളയുടെയും കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ അനൂപിന്റെ നേതൃത്വത്തിൽ SI അനീഷ് ഉൾപ്പെടെയുള്ള പോലീസ് സംഘവും ചേർന്നാണ് ഇവരെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. വാടക വീട്ടിൽ നിന്നും 17.05 ഗ്രാം MDMAയുമായി യുവാവ് അറസ്റ്റിൽ. കോട്ടയം സ്വദേശി അനൂപിനെയാണ് ഓച്ചിറ ചങ്ങൻകുളങ്ങരയിലെ വാടക വീട്ടിൽ നിന്നും കൊല്ലം ഡാൻസ് ഓഫ് ടീം പിടികൂടിയത്. ഓച്ചിറയിലെ വാടക വീട്ടിൽ നിന്നുമാണ് 17.05 ഗ്രാം MDMAയുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ ത്രിവേണി ജംഗ്ഷനിൽ മാളിയേക്കൽ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന കോട്ടയം വൈക്കം സ്വദേശി അനൂപാണ് അറസ്റ്റിലായത്. 2018 മുതൽ ഇയാൾ വാടകയ്ക്ക് ഓച്ചിറ ചങ്ങൻകുളങ്ങരയിൽ താമസിച്ചു വരികയാണ്. രഹസ്യവിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് ടീം നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കാട്ടുപോത്തിനെ അവശനിലയിൽ കണ്ടെത്തി. കുളത്തൂപ്പുഴ 16 ഏക്കറിലാണ് വീടിനോട് ചേർന്ന് അവശനിലയിൽ കാട്ടുപോത്തിനെ കണ്ടത്. കുളത്തൂപ്പുഴ 16 ഏക്കർ നാഷിമിന്റെ വീടിനോട് ചേർന്നാണ് അവശനിലയിൽ കാട്ടുപോത്തിനെ കണ്ടെത്തിയത്. ഏറെ നാളായി പരിക്കേറ്റ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ എത്തുകയും പല സന്ദർഭങ്ങളിലും നാട്ടുകാരും വനംവകുപ്പും ചേർന്ന് കാട്ടുപോത്തിനെ വനത്തിനുള്ളിലേക്ക് കയറ്റിവിടുകയും ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും ഇത് വനത്തിലേക്ക് പോകാതെ തിരികെ ജനവാസ മേഖലയിൽ എത്തുകയായിരുന്നു. രാവിലെ ഒരു 7:30 കാണും.
7:30 ആയപ്പോഴത്തേക്ക് ഉമ്മ അടുക്കള വാതിൽ തുറന്നപ്പോഴാണ് ഇതിനെ കാണുന്നത്. അങ്ങനെ അവർ പെട്ടെന്ന് വിളിച്ചു പോവുകയും അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി നോക്കുമ്പോഴത്തേക്കാണ് ഒരു അവശനിലയിലായ കാട്ടുപോത്ത് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ മോൾ ഭാഗത്തൂടെ ഒരു കട്ടിങ്ങും ഒരു നടവഴിയോ അതുവഴിയെ കണ്ട് വന്നപ്പോഴത്തേക്ക് വീണതായിരിക്കും. ഇതിപ്പോൾ സ്ഥിരം ശല്യമായിട്ട് മാറിയിരിക്കുക. കൂട്ടത്തോടും കൂട്ടം തെറ്റിയൊക്കെ ഈ കാട്ടുപോത്തും മറ്റ് വന്യജീവികളൊക്കെ വലിയ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ ഇത് പകലും ഒക്കെ ഇങ്ങനെ നടക്കാറുണ്ടെന്നാണ് ഈ പ്രദേശത്തൊക്കെ ഉള്ള ആൾക്കാർ പറയുന്നത്. അവർ പലപ്പോഴും കാണുന്നുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. പകലൊക്കെ ഇത് അതുവഴിയൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട്. ചെറിയ അവശതയുള്ളൊരു പോത്തല്ല, ഇത് എരുമയാണ്. അതായത് കാട്ടുപോത്തിന്റെ അപകടത്തിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വൻ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് യാതൊരുവിധ നിവൃത്തിയില്ല പുറത്തോട്ടിറങ്ങാൻ. ഇപ്പം തന്നെ ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഒന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം ഉള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മൃഗഡോക്ടറെ ഉൾപ്പെടെ എത്തിച്ച ചികിത്സ നൽകി പോത്തിനെ കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ശാസ്താംകോട്ട പനപ്പെട്ടി ഗവൺമെന്റ് LPSൽ അന്താരാഷ്ട്ര പ്രീ സ്കൂൾ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു. SSK ഫണ്ടിൽ അനുവദിച്ച 10 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. ശാസ്താംകോട്ട പനപ്പെട്ടി ഗവൺമെന്റ് LPSൽ SSK പദ്ധതിയിൽ അനുവദിച്ച അന്താരാഷ്ട്ര പ്രീ സ്കൂൾ വർണ്ണക്കൂടാരമാണ് ഉദ്ഘാടനം ചെയ്തത്. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എത്രമാത്രം പ്രോത്സാഹിപ്പിക്കാൻ കഴിയും അതാണ് വർണ്ണക്കൂടാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 13 ഇടങ്ങൾ ചേർന്നതാണ് ഈ വർണ്ണക്കൂടാരം. അത് ഭാഷാ വികസന ഇടം, ശാസ്ത്ര ഇടം, ഗണിതശാസ്ത്ര ഇടം, കുഞ്ഞരങ്ങ് നിർമ്മാണ ഇടം, ഈ ഇടം കളിയിടം, അതകത്തും പുറത്തും, ശിശു സൗഹൃദ ഫർണിച്ചറുകൾ, ആകർഷകമായ ചുമർ ചിത്രങ്ങൾ, അതേപോലെ തന്നെ ഔട്ട്ഡോർ കളി ഉപകരണങ്ങൾ, അങ്ങനെ 13 ഇടങ്ങൾ ചേർന്നതാണ് ഈ വർണ്ണക്കൂടാരം. കേരളത്തിലെ സ്കൂളുകളിലെല്ലാം വളരെ നന്നായി നിർമ്മിച്ചിട്ടുണ്ട്. കേന്ദ്ര SSK ഫണ്ടിൽ അനുവദിച്ച 10 ലക്ഷം രൂപയുടെ വർണ്ണക്കൂടാരം പദ്ധതിയിൽ കുട്ടികൾക്ക് സ്കൂൾ അങ്കണത്തിൽ കളിക്കോപ്പുകൾ, ഉല്ലാസോപകരണങ്ങൾ, വർണ്ണാഭമായ പൂന്തോട്ടം, കൊല്ലത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന പുനലൂർ തൂക്കുപാലം മോഡൽ ശില്പം, ജലധാര, മാനസികോല്ലാസം നൽകുന്ന ചിത്രങ്ങൾ, സ്കൂളിനുള്ളിൽ വിനോദത്തിലൂടെ വിജ്ഞാനം പകരുന്ന കളിയിടങ്ങൾ, പഠന കേന്ദ്രങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇസഡ് ആന്റണി അധ്യക്ഷത വഹിച്ചു. SSK DPC GK ഹരികുമാർ പദ്ധതി വിശദീകരിച്ചു. ഹരിതയിടം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം K കലാദേവിയും പുറം കളിയിടം ഉദ്ഘാടനം AO KV മനോജ് കുമാറും നിർവഹിച്ചു. BPC റോഷൻ M നായർ വർണ്ണക്കൂടാരം ശില്പി സതീഷ് കുമാറിന് ഉപഹാരങ്ങൾ നൽകി. LSS വിജയികൾക്കുള്ള സമ്മാനദാനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണനും കലോത്സവ വിജയികൾക്കുള്ള സമ്മാനദാനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M അരവിന്ദും നിർവഹിച്ചു. പ്രഥമാധ്യാപിക BI വിദ്യാറാണി, SMC ചെയർപേഴ്സൺ ജ്യോതിലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. തെന്മല ചാലിയക്കരയിൽ കാട്ടുപന്നിയുടെ ആക്രമണം. തോട്ടം തൊഴിലാളി മരിച്ചു. ചാലിയക്കര ഉപ്പുകുഴി സ്വദേശി രഘുനാഥൻ പിള്ളയാണ് മരിച്ചത്. രാവിലെ ജോലിക്ക് പോയ സമയത്താണ് കാട്ടുപന്നിയുടെ ആക്രമണം. കുറുനരിയുടെ ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്ക്. പുനലൂർ പ്ലാച്ചേരി സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. വളർത്തുനായുടെ കുര കേട്ട് വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കുറുനരി ആക്രമിച്ചത്. ജ്യേഷ്ഠനെ അനുജൻ തലക്കടിച്ച് കൊലപ്പെടുത്തി. ഇരവിപുരം തെക്കുംഭാഗത്താണ് സംഭവം. സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിലായിരുന്നു കൊലപാതകം. ഇരുവരും മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലുള്ളവരാണെന്ന് പോലീസ്. വ്യത്യസ്ത കേസുകളിൽ MDMAയുമായി 4 പേർ പിടിയിൽ. ഓച്ചിറയിൽ നിന്നുമാണ് ഇവർ പിടിയിലായത്. ഡാൻസ് ഓഫ് ടീമിന്റെ നിരീക്ഷണത്തിനൊടുവിലാണ് അറസ്റ്റ്. ഈ
വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.